ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവ വെച്ച് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരത്തിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. പഞ്ചസാര, ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ, പിന്നെ തേങ്ങ, വെള്ളം, 2 ഏലക്കായ പൊടിച്ചതാണ്. പിന്നെ ഈ ഗ്ലാസ്സിൻ്റെ അളവിലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും എടുക്കുന്നത്. ആദ്യം നമുക്ക് റവ അളന്നെടുക്കാം. ഈ ഗ്ലാസ്സിന് 1.25 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിന് ഒരു 1/4 ഭാഗം പഞ്ചസാര എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ഭാഗം തേങ്ങ ഉണ്ടാവും. ഒരു 1/2 ഗ്ലാസ് വെള്ളവും. ഇത്ര ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. നമുക്കെന്നാൽ ഇത് ഉണ്ടാക്കാൻ പോവാം. നമ്മളൊരു ഉരുളിയാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് പാത്രം വേണമെങ്കിലും വയ്ക്കാം. അപ്പം ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിൽ എടുത്ത് വെച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര നന്നായി മെൽറ്റായി വരുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പഞ്ചസാര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മൾ പൊടിച്ച് വെച്ച ഏലക്ക ഇതിലിട്ട് കൊടുക്കാം. തോലോടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. 4 മണി പലഹാരമായിട്ടൊക്കെ ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ നന്നായി ഒന്ന് തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. തീ ഒന്ന് സിമ്മിലാക്കി കൊടുക്കുക. എന്നിട്ട് റവ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക.
ഈ നമ്മൾ സിമ്മിൽ തന്നെയാണ് ഉള്ളത്. റവ അധികം നേരം വേവിക്കേണ്ടതില്ല. അധികം വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും. ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം. അതിനുശേഷം ചൂടാറിയതിന് നല്ലോണം ചൂടാറണ്ട, ഒരു ചെറിയ ചൂടിലിത് ഉരുട്ടിയെടുക്കാം. എന്നാൽ നമുക്കിത് ഉരുട്ടുമ്പോൾ കാണാം. എന്നാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. അധികം ചൂടൊന്നുമില്ല, ഒരിളം ചൂടേ ഉള്ളൂ. ഇത് 2-3 ദിവസം കേടാകാതെ കുപ്പിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇത് മുഴുവനും ഉരുട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. നമ്മളെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. 1.5 കപ്പ് റവ കൊണ്ട് നമുക്ക് ഒരു 9 ഉണ്ടയാണ് കിട്ടിയത്. പിന്നെ ഒന്ന് ചെറുതുമാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പലഹാരം ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.